നമസ്കാരം. ജ്യോതിഷത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. തുലാൻ രാശിയിലെ വിശാഖം നക്ഷത്രം 2026 സമ്പൂർണ്ണ വർഷഫലമാണ്. ഈ വർഷം, അതായത് 2026 തുലാൻ രാശിയിൽ വരുന്ന വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതത്തെ ഗ്രഹങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ളൊരു സമഗ്ര റിപ്പോർട്ടാണ്. ഒരു ജ്യോതിഷ വർഷഫലം എന്നത് വ്യക്തിയുടെ ജന്മനക്ഷത്രത്തെ അടിസ്ഥാനമാക്കി ഗ്രഹസ്ഥിതികളും നക്ഷത്രസ്ഥിതിയും വിശകലനം ചെയ്ത് ജീവിതത്തിലെ പ്രധാന മേഖലകളായ തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം എന്നീ മേഖലകളിലെ പ്രവചനങ്ങൾ നൽകുന്ന ഒരു പ്രധാന മാർഗമാണ്. വിശാഖ നക്ഷത്രത്തിന്റെ അന്തർലീനമായ ലക്ഷ്യബോധം 2026 ഗ്രഹസംക്രമണങ്ങളുമായി എങ്ങനെ പൊരുത്തപ്പെടുന്നുവെന്നും ഇതിൽ നമുക്ക് വിശദമായി കാണാം. വിശാഖ നക്ഷത്രം വ്യാഴമാണ് അധിപനായി വരുന്നത്. വിജയത്തിന്റെ കമാനം ചിഹ്നമായി സ്വീകരിച്ചതുമായ നക്ഷത്രമാണിത്. അഗ്നിദേവന്റെയും ഇന്ദ്രന്റെയും ശക്തി വിശാഖ നക്ഷത്രക്കാർ വഹിക്കുന്നുണ്ട്. ഇത് അവരുടെ അങ്ങേയറ്റ ലക്ഷ്യബോധമുള്ളവരെയും നിശ്ചയദാർഢ്യമുള്ളവരായും മത്സരാധിഷ്ഠിത സ്വഭാവമുള്ളവരുമാക്കുന്നു. തുലാൻ രാശിയിലെ വിശാഖ നക്ഷത്രക്കാർക്ക് രാശിയുടെ അടിസ്ഥാന സ്വഭാവമായ സന്തുലനം വളരെ പ്രധാനമാണ്. വിശാഖത്തിന്റെ തീവ്രമായ ലക്ഷ്യബോധം തുലാൻ രാശിയുടെ ബന്ധങ്ങളോടുള്ള പ്രാധാന്യവും ചേരുമ്പോൾ 2026 വ്യക്തികൾ തങ്ങളുടെ അഭിലാഷങ്ങളും വ്യക്തിബന്ധങ്ങളും തമ്മിൽ ബോധപൂർവമായ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്താൻ നിർബന്ധിതരാകും. ഈ വർഷത്തെ ജ്യോതിഷ സംഭവങ്ങൾ വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. എന്തുകൊണ്ടെന്നാൽ നക്ഷത്രാധിപൻ കൂടിയായ വ്യാഴത്തിന് 2026 2 സുപ്രധാന സംക്രമണങ്ങളുണ്ട്. ഈ സംക്രമണങ്ങൾ തൊഴിൽ, സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയെ നേരിട്ട് സ്വാധീനിക്കും. വിജയത്തിന്റെ കമാനം ലക്ഷ്യമിടുന്ന വിശാഖ നക്ഷത്രക്കാർക്ക് മധ്യവർഷത്തിലെ വെല്ലുവിളികളെ തങ്ങളുടെ നിശ്ചയദാർഢ്യം കൊണ്ട് തരണം ചെയ്താൽ മാത്രമേ വർഷാവസാനം വലിയ നേട്ടം കൊയ്യാനാകൂ എന്ന് ഗ്രഹസ്ഥിതി സൂചിപ്പിക്കുന്നു. ഈ വെല്ലുവിളികൾ കമാനം കടക്കുന്നതിനുള്ള അവസാനത്തെ പരീക്ഷണമായി കണക്കാക്കാം. 2026 വർഷഫലം വിശകലനം ചെയ്യുന്നത് വ്യാഴത്തിന്റെയും ശനിയുടെയും സ്ഥാനങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ അനിവാര്യമാണ്. തുലാൻ രാശിക്കാർക്ക് 2026 2 ഗ്രഹങ്ങളുടെയും സ്വാധീനം വളരെ ശക്തമാണ്. അതിൽ ശനിയുടെ സ്ഥാനം നോക്കുമ്പോൾ വർഷം മുഴുവൻ ശനി തുലാൻ രാശിയുടെ 6ാം ഭാവത്തിൽ, അതായത് മീനൻ രാശിയിൽ തുടരും. ജ്യോതിഷപ്രകാരം 6ാം ഭാവത്തിലെ ശനി വളരെ ശക്തമായ സ്ഥാനമായി കണക്കാക്കുന്നു. ശനിയുടെ ഈ ഭാവം രോഗങ്ങൾ, കടങ്ങൾ, ശത്രുക്കൾ എന്നിവയെ കീഴടക്കാനുള്ള ശക്തി നൽകുന്നു. ഇത് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് സ്ഥിരതയും ദീർഘവീക്ഷണത്തോടുള്ള പരിശ്രമത്തിന്റെ ഫലവും ഉറപ്പാക്കുന്നു. വിശാഖ നക്ഷത്രക്കാർക്ക് വർഷം മുഴുവൻ മറഞ്ഞിരിക്കുന്ന സംരക്ഷണം ഈ ഗ്രഹസ്ഥാനം നൽകുന്നു. ഈ അനുകൂല ഗ്രഹസ്ഥിതി അവരുടെ മത്സരാധിഷ്ഠിത മനോഭാവത്തെ ശക്തമായി പിന്തുണയ്ക്കുന്നു. ശനിയുടെ ഈ നിലപാടിന്റെ പ്രയോജനം പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ സ്ഥിരതയും ക്ഷമയും പാലിക്കേണ്ടതുണ്ട്. 2 വ്യാഴ സംക്രമണം. വിശാഖ നക്ഷത്രത്തിന്റെ അധിപൻ എന്ന നിലയിൽ വ്യാഴത്തിന്റെ സംക്രമണങ്ങൾ വളരെ നിർണായകമാണ്. വർഷത്തിന്റെ തുടക്കത്തിൽ വ്യാഴം തുലാൻ രാശിയുടെ 9ാം ഭാവത്തിൽ നിൽക്കാൻ സാധ്യതയുണ്ട്. ഈ ഘട്ടം പൊതുരംഗത്ത് ദൃശ്യപരത വർദ്ധിപ്പിക്കുന്നതിന് അനുകൂലമാണ്. ഈ സമയം പ്രൊഫഷണൽ അംഗീകാരം ലഭിക്കാനുള്ള സാധ്യത ആദ്യ മാസങ്ങളിൽ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും. മധ്യഘട്ടമായി കാണുമ്പോൾ ജൂൺ മുതൽ വ്യാഴം 10ാം ഭാവത്തിൽ, അതായത് കർമ്മസ്ഥാനത്തിൽ സംക്രമിക്കുന്നു. വ്യാഴത്തിന്റെ സ്ഥാനം പൊതുവെ ജോലിയിൽ സമ്മർദ്ദവും ഭാരവും ഒക്കെ വർദ്ധിക്കാനുള്ള ഇടവരും. വിശാഖ നക്ഷത്രക്കാർ അമിതമായി ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതാണെങ്കിൽ ഈ സമയത്ത് പുരോഗതി വളരെ സാവധാനത്തിലായിരിക്കും. ഇത് ക്ഷമയെ പരീക്ഷിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഇത് സമ്മർദ്ദം കൈകാര്യം ചെയ്യാൻ ഒരു തന്ത്രപരമായ മാറ്റവും ആവശ്യമാണ്. വലിയ ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നതിന് പകരം ലക്ഷ്യങ്ങളെ ചെറിയതായി, അല്ലെങ്കിൽ എളുപ്പത്തിൽ പൂർത്തിയാക്കാവുന്ന ഘട്ടങ്ങളായി തിരിച്ച് മുന്നോട്ട് പോകാൻ ജ്യോതിഷ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. 3ാം ഘട്ടമായി കാണുമ്പോൾ ഒക്ടോബറിൽ വ്യാഴം 11ാം ഭാവത്തിലേക്ക്, അതായത് ലാഭസ്ഥാനത്തേക്ക് സംക്രമിക്കുന്നു. ഈ ഭാവം നേട്ടങ്ങൾ, ആഗ്രഹ സാഫല്യം, വലിയ ലാഭം, മുതിർന്നവരിൽ നിന്നുള്ള പിന്തുണ, കൂട്ടായ പ്രവർത്തനങ്ങളിലെ വിജയം എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ലഭിച്ച കഠിനാധ്വാനത്തിന്റെ ഫലം ഈ ഘട്ടത്തിൽ പൂർണ്ണമായി ലഭിക്കും. 6ാം ഭാവത്തിലെ ശനിയുടെ സ്ഥിരമായ പിന്തുണയും 11ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്ഥാനവും ചേർന്ന് വിശാഖ നക്ഷത്രക്കാർക്ക് സ്ഥാനക്കയറ്റം, മുൻ വർഷങ്ങളിൽ നിന്നുള്ള ദൃശ്യമായ വരുമാനം എന്നിവ ഉറപ്പാക്കുന്നു. വിശാഖ നക്ഷത്രക്കാർക്ക് അഭിലാഷവും നിശ്ചയദാർഢ്യവും കൂടുതലാണ്. 2026 ഈ ഗുണങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ട ഒരു വർഷം കൂടിയാണ്. വർഷത്തിന്റെ ആദ്യപാദം ജനുവരി മുതൽ ഏപ്രിൽ വരെ തൊഴിൽപരമായി വളരെ ഉണർവുള്ളതായിരിക്കും. ഈ സമയം നെറ്റ്വർക്കിംഗ് ശക്തിപ്പെടുത്തുന്നതിനും പൊതുരംഗത്തെ ശ്രദ്ധ പിടിക്കുന്നതിന് അനുകൂലമായും, അല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്നതിനും ദീർഘകാല പദ്ധതികൾക്ക് തുടക്കമിടുന്നതിനും വളരെ ഉചിത സമയമാണ്. എന്നാൽ ജൂൺ മാസത്തിൽ വ്യാഴത്തിന്റെ ഭാവമാറ്റം വരുമ്പോൾ കഠിനാധ്വാനത്തിന് ആനുപാതികമായ പുരോഗതി ഉടനടി കാണാത്ത ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കും. ഈ മധ്യവർഷ കാലയളവിൽ ജോലിഭാരം വർദ്ധിക്കുകയും കാര്യങ്ങളിൽ കാലതാമസം നേരിടുകയും ചെയ്തേക്കാം. ഇത് നിരാശയിലേക്ക് നയിക്കാനും ഇടയുണ്ട്. ശനിയുടെ ഭാവം സ്ഥിരമായ പരിശ്രമം ആവശ്യപ്പെടുന്നുണ്ട്. മന്ദഗതിയിലുള്ള പുരോഗതിയെ മറികടക്കാൻ വലിയ ലക്ഷ്യങ്ങളെ ചെറിയ നേട്ടങ്ങളായി വിഭജിച്ച് മുന്നോട്ട് പോകുന്നതിന് ഉത്തമമാണ്. വർഷാവസാനം ഒക്ടോബറിൽ വ്യാഴം 11ാം ഭാവത്തിലേക്ക് എത്തുന്നതോടെ തൊഴിൽ രംഗം
പ്രകാശമാനമാകും. ജൂൺ മുതൽ അനുഭവിച്ച കഠിനാധ്വാനത്തിന് പ്രതിഫലമായി നവംബറോടെ സ്ഥാനക്കയറ്റം, പുതിയ റോളുകൾ അല്ലെങ്കിൽ പ്രൊഫഷണൽ അംഗീകാരം എന്നിവയ്ക്കുള്ള സാധ്യത കാണും. വിശാഖ നക്ഷത്രക്കാർക്ക് 2026 സാമ്പത്തികമായി പൊതുവെ അനുകൂലമായിട്ടുള്ള വർഷമാണ്. വർഷത്തിന്റെ ആരംഭത്തിൽ തൊഴിൽപരമായ അംഗീകാരത്തിലൂടെയും സ്ഥാനക്കയറ്റങ്ങളുടെ വരുമാനം വർദ്ധിക്കാനുള്ള ഇടയുമുണ്ട്. എങ്കിലും മധ്യവർഷത്തിൽ, അതായത് മെയ് മുതൽ ജൂലൈ വരെ സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ആവശ്യവുമുണ്ട്. ഈ സമയത്ത് കുടുംബപരമായ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ജീവിതശൈലി നിലനിർത്തുന്നതിനോ വേണ്ടി ചെലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇതൊരു ഹ്രസ്വകാലത്തേക്ക് സാമ്പത്തിക ഭാരം ഉണ്ടാക്കാനിടയുണ്ട്. ഈ വെല്ലുവിളികളെ നേരിടാൻ മധ്യവർഷം പുതിയതോ അനാവശ്യമായതോ ആയ ചെലവുകൾ ഒഴിവാക്കുക, നിലവിലെ ധനത്തെ ശക്തിപ്പെടുത്താനുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം. വ്യാഴം 11ലേക്ക് നീങ്ങുമ്പോൾ സാമ്പത്തിക സ്ഥിതി വീണ്ടും അനുകൂലമാവും. മുൻപ് തടക്കുന്ന നിക്ഷേപങ്ങളിൽ നിന്നും ദീർഘകാല പദ്ധതികളിൽ നിന്നും വരുമാനവും ലഭിക്കും. ബന്ധങ്ങളിൽ സന്തോഷവും പരീക്ഷണങ്ങളും ഒരുപോലെ ഉണ്ടാകുന്ന വർഷമാണിത്. വർഷത്തിന്റെ തുടക്കത്തിൽ പ്രണയത്തിൽ തീവ്രത അനുഭവപ്പെടുകയും ബന്ധങ്ങളിൽ ഊഷ്മളത തുടരുകയും ചെയ്യും. എന്നാൽ മധ്യവർഷ കാലയളവിൽ മെയ് മുതൽ ജൂലൈ വരെ തൊഴിൽ രംഗത്തെ അമിതമായ ലക്ഷ്യബോധം കാരണം വ്യക്തിബന്ധങ്ങളിൽ നൽകുന്ന സമയം കുറയും. ഇത് ബന്ധങ്ങളിൽ അകൽച്ചയുണ്ടാകാനും ഇടയുണ്ടാവും. കൂടാതെ കുടുംബങ്ങളോട് ഉയർന്ന പ്രതീക്ഷകളോ ഇടപെടലുകളോ ബന്ധങ്ങളിൽ സങ്കീർണത സൃഷ്ടിക്കാനും ഇടയുണ്ട്. വിശാഖ നക്ഷത്രക്കാർ തങ്ങളുടെ ലക്ഷ്യബോധത്തിനും പങ്കാളികൾക്കും കുടുംബത്തിനും നൽകേണ്ട സമയത്തിനും ഇടയിൽ ബോധപൂർവമായ ഒരു സന്തുലിതാവസ്ഥ പാലിക്കേണ്ടതുണ്ട്. ക്ഷമയും വിട്ടുവീഴ്ചയും നിലനിർത്തിയാൽ വർഷ അവസാനത്തോടെ വൈകാരികമായ ഐക്യവും ബന്ധങ്ങളിൽ സന്തോഷവും സമാധാനവും തിരികെ വരും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ 2026 വർഷം ശ്രദ്ധിക്കേണ്ടതാണ്. 6ാം ഭാവത്തിലെ ശനിയുടെ പ്രതിരോധശേഷി നൽകുന്നുണ്ടെങ്കിലും ജോലിഭാരം കാരണം മാനസിക സമ്മർദ്ദവും ശാരീരികമായ തളർച്ചയൊക്കെ ഉണ്ടാകും. ഇത് ഉദര സംബന്ധമായ പ്രശ്നങ്ങളിലേക്കോ അസിഡിറ്റിയിലേക്കോ ഒക്കെ നയിക്കാനുള്ള ഇടയുണ്ട്. വിശാഖ നക്ഷത്രത്തിന്റെ അധിപനായ അഗ്നിദേവന്റെ ഊർജ്ജം അമിതമാകുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് വിശാഖ നക്ഷത്രക്കാർ ഈ വർഷം ചിട്ടയായ ജീവിതശൈലി പാലിക്കണം. പതിവായ വ്യായാമവും ആരോഗ്യപരമായ ഭക്ഷണവും ഒപ്പം മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി ധ്യാനം പോലുള്ള കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തുന്നത് ആരോഗ്യപരമായ വെല്ലുവിളികളെ ലഘൂകരിക്കാൻ കഴിയും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിശാഖത്തിന്റെ നിശ്ചയദാർഢ്യം പഠനരംഗത്ത് വലിയ നേട്ടങ്ങൾ ലക്ഷ്യമിടാൻ സഹായിക്കും. മത്സര പരീക്ഷകൾക്കും ഉന്നത പഠനത്തിനുമായി ശ്രമിക്കുന്നവർക്ക് വർഷത്തിന്റെ ആദ്യ പകുതിയും ഒക്ടോബറിന് ശേഷമുള്ള കാലയളവും ഏറ്റവും അനുകൂലമാണ്. വിദേശ പഠനത്തിനോ ദീർഘയാത്രകൾക്കോ ഈ കാലയളവ് അവസരം നൽകും. മധ്യവർഷത്തിൽ തൊഴിൽപരമായ സമ്മർദ്ദം കാരണം പണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അല്പം ബുദ്ധിമുട്ടുള്ള കാര്യവുമാകും. പുരോഗതിയിലുണ്ടാകുന്ന മന്ദത നിങ്ങളെ നിരുത്സാഹപ്പെടുത്തരുത്. സ്ഥിരതയോടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് വർഷാവസാനം മികച്ച ഫലവും ലഭിക്കും. വിശാഖ നക്ഷത്രത്തിന്റെ അധിപൻ വ്യാഴമായതുകൊണ്ടും ഈ വർഷം വ്യാഴത്തിന്റെ പ്രധാന സംക്രമണങ്ങൾ ഉള്ളതുകൊണ്ടും ഗുരുവിന്റെ അനുഗ്രഹം തേടുന്ന ഉത്തമമാണ്. വ്യാഴാഴ്ചകളിൽ വിഷ്ണുവിനെ ഭജിക്കുക എന്നത് ഗുണകരമാണ്. വിശാഖ നക്ഷത്രക്കാർക്ക് വിഷ്ണുവിന്റെ നരസിംഹമൂർത്തി ഭാവത്തെ ആരാധിക്കുന്ന ഉത്തമമായി കണക്കാക്കുന്നു. വ്യാഴാഴ്ചകളിൽ നെയ്വിളക്ക് കത്തിച്ച് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് തൊഴിൽ, വിദ്യാഭ്യാസം, ദാനം എന്നിവയിൽ വ്യാഴത്തിന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കും. മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും മഞ്ഞ വസ്തുക്കൾ ദാനം ചെയ്യുന്നതും നല്ല ഫലങ്ങൾ നൽകും. ഇന്ദ്രൻ, അഗ്നിദേവൻ എന്നിവരെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങൾ ജപിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യബോധത്തെയും ധർമ്മത്തിന്റെ വഴിയിൽ നിലനിർത്താനും അമിതമായ ലക്ഷ്യബോധം കാരണം ഉണ്ടാകുന്ന ദോഷങ്ങളെ ലഘൂകരിക്കാനും സഹായിക്കും. ശനി അനുകൂലമായി നിൽക്കുന്നുവെങ്കിലും കർമ്മരംഗത്തെ സമ്മർദ്ദം കുറയ്ക്കുന്നതിനും സ്ഥിരത വർദ്ധിപ്പിക്കുന്നതിനും ശനിയാഴ്ചകളിൽ എള്ള്, കറുത്ത തുണി എന്നിവ ദാനം ചെയ്യുന്നത് ശനിയുടെ ദോഷത്തെ കുറയ്ക്കും. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നത് വഴി ശനിയുടെ അനുഗ്രഹം വർദ്ധിക്കും.